ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി വോയേജ്. ഇന്ന് നമ്മൾ കുട്ടികളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട വിഭവമായ മിനി പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മിനി പിസ്സ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ ഒരു 40 സെക്കൻഡ് നേരം ഓവനിലൊന്ന് ചൂടാക്കി എടുത്തതാണ്. ഇനി സ്റ്റൗ ടോപ്പിലാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നതെങ്കിൽ ഈ പാലിൻ്റെ തണുപ്പൊന്നും മാറിയാൽ മാത്രം മതി. ഒരു ചെറു ചൂടുള്ള പാലാണ് നമുക്ക് വേണ്ടത്. കാരണം ഈ പാലിനകത്ത് നമ്മൾ ഇനി ഈസ്റ്റ് കലക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ പാലിൻ്റെ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് നന്നായി പൊങ്ങി വരത്തില്ല. അപ്പോൾ ഒരു ചെറു ചൂടുള്ള പാലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഇടുമ്പോൾ നന്നായിട്ട് വെതറി അങ്ങ് ഇട്ട് കൊടുക്കണം, അപ്പോൾ കട്ട പിടിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ചേർക്കുന്ന അതേ ഈസ്റ്റ് തന്നെയാണ്. ഇനി ഈ ഈസ്റ്റ് നമുക്ക് നന്നായിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് നാളായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന പഴയ ഈസ്റ്റൊന്നും എടുക്കരുത്. ഫ്രഷ് ആയിട്ട് വാങ്ങിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളിനി ഈ പാൽ ഇപ്പോൾ ഇവിടെ പൊങ്ങാനായിട്ട് വെക്കുന്നൊന്നുമില്ല. നമ്മളിനി ഇതിലേക്ക് നേരെ പൊടികളൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ വെർജിൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ വെർജിൻ ഒലിവ് ഓയിൽ ഒരു 1/3 കപ്പ് നമുക്ക് ഇതിലേക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഈ 1/3യുടെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ 1 കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഏതാണോ എടുക്കുന്നത് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ 1/3 കപ്പ്. അപ്പം 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2.5 കപ്പ് മൈദ 250 ml മെഷറിംഗ് കപ്പിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെയാണ് മൈദയും പാലും ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേ കപ്പിൽ തന്നെ നമ്മളിത് അളന്നെടുക്കുവാണെങ്കിൽ നമ്മൾ എല്ലാം കുഴച്ചെടുത്ത് കഴിയുമ്പോൾ എല്ലാം മെഷർമെൻറ്റ്സ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടി ഇതിലേക്കിട്ട് കുഴച്ചെടുക്കാം. ഈ മൈദയുടെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടിയുടെ കൂടെ ഉപ്പൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പൊടിയും പാലും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും പൊടിയോ പാലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് ഈ ഒരു പരുവത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ കുഴച്ചപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം സ്റ്റിക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു സ്വല്പം പൊടിയും കൂടെ ഒന്ന് തൂയി കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മാവിന് കയ്യിൽ വല്ലാതെ ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇനി വീണ്ടും പൊടിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇനി പൊടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇതുപോലെ ഈ കൈപ്പത്തിയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ പുഷ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം അടിഭാഗം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാവ് കുഴച്ച അതേ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് അതിലേക്ക് ഇട്ടിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഓയിലൊന്നാക്കിയെടുക്കണം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 1 മുതൽ 1.5 മണിക്കൂർ നേരം എടുക്കും ഇത് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ ഡബിൾ സൈസായിട്ട് ഇത് പൊങ്ങി വരണം. അപ്പോൾ നമുക്ക് ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ വാമായിട്ടുള്ള ഒരു പ്ലേസിൽ ഇത് പൊങ്ങാനായിട്ട് വെക്കാം.
ഇപ്പം നമ്മൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു 1.25 മണിക്കൂറായി. മാവ് ഡബിൾ സൈസിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എയറൊക്കെ പോയി മാവ് നല്ല ഒന്ന് സ്മൂത്താക്കി എടുക്കാനാണ്. ഇനി ഈ മാവ് നമുക്ക് നീളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു 10 പീസായിട്ട് ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 10 മിനി പിസയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 10 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീസും ഈക്വൽ വലുപ്പത്തിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാവ് എടുത്തിട്ട് എല്ലാം ഒരേ വലുപ്പത്തിലൊന്നാക്കി എടുത്താൽ മതി. ഇനി ഓരോ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കൈയുടെ ഉള്ളിൽ ഓരോ മാവും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പം ഓരോ ഉരുളയും നല്ല സ്മൂത്തായിട്ട് നല്ല റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ നല്ലൊരു റൗണ്ട് ഷേപ്പായി കഴിയുമ്പോൾ നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നമ്മുടെ കൈയുടെ ഉള്ളിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു ബോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ 4 എണ്ണം ഒരു ചെറിയൊരു ട്രേയിലും ബാക്കി 6 എണ്ണം ഇതുപോലെ വലിയൊരു ട്രേയിലും എല്ലാം നല്ല ഉരുട്ടി ഷേപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടവലിട്ടിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് പിസയിൽ തേക്കാനുള്ള ഒരു സോസ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിറച്ച് എടുത്ത 2 ടേബിൾ സ്പൂണാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റെഡ് ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2 നുള്ള ഒറിഗാനോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പിസയിൽ പുരട്ടാനുള്ള സോസാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബ്ലാക്ക് ഒലീവ്സ് ആണ്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ഉണ്ട്, പക്ഷെ നമുക്കൊരു 150 ഗ്രാം ഒക്കെ മതിയായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചീസ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിരിക്കും. അപ്പം ഏകദേശം ഒരു 50 ഗ്രാം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡ്സും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ അകത്തുള്ള സീഡ്സും ഒക്കെ ഒന്ന് എടുത്ത് കളയാം. ഇനി ഇത് നമുക്ക് നല്ല നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ പകുതിയായിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വലുപ്പത്തിലാണ് നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ക്യാപ്സിക്കം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. അപ്പം നമ്മൾ നേരത്തെ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പിസയുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റണം. എന്നിട്ട് അതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതില്ലാതെയും നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. മെഷറിംഗ് കപ്പ് ഇതുപോലെ ആദ്യം സെൻറ്ററിൽ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പതുക്കെ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല ചെറിയൊരു പിസയുടെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പിസയുടെ ബേസ് നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പിസ്സ സോസ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചീസ് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ഒരു 4 പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 പീസ് ബ്ലാക്ക് ഒലീവ്സ് എടുത്തിട്ട് ഇതുപോലെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തൊട്ടാൽ മാത്രം മതി. അപ്പം നമ്മുടെ ഒരു പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പിസ്സ ഇതുപോലെ തന്നെ കൈകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് കുറച്ച് അകത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ അരികുകൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കൈവിരലുകൾ കൊണ്ട്. ഇപ്പോൾ ഇവിടെ ഇതും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം. അതിനുശേഷം സോസ് പുരട്ടി കൊടുക്കാം. പിന്നെ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കവും ഒലീവ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ തന്നെ പിസയുടെ ഷേപ്പിലാക്കി എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഓവൻ നമ്മൾ നേരത്തെ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരുന്നു. ഇനി നമുക്കിത് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു 13 മിനിറ്റ് എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഓരോ ഓവൻ്റെയും ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ടൈമിൽ ഡിഫറൻസ് ഒക്കെ വരാം. എങ്കിലും ഒരു 12 മുതൽ 15 മിനിറ്റിനകം നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇവിടെ പിസ്സ ഒരു 13 മിനിറ്റ് ആയപ്പം ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 2 ട്രേയിലെ പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി മുകളിലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പിസ്സ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ പിസ്സയുടെ അടിഭാഗമൊക്കെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടുണ്ടാവും. ഞാനിതിന് മുമ്പ് 15 മിനിറ്റ് നേരമൊക്കെ ഇത് ബേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ക്രസ്റ്റൊക്കെ അടിഭാഗം കുറച്ച് ഹാർഡായി പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 13 മിനിറ്റ് എടുത്തപ്പം ഇത് നന്നായിട്ട് നല്ല ക്രസ്റ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വെച്ചിരുന്ന ട്രേ ഗ്രീസ് ചെയ്തിരുന്നില്ല, ബട്ടർ ഓയിലൊന്നും പരട്ടിയിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ബട്ടർ ഓയിലോ പരട്ടി കൊടുക്കാവുന്നതാണ്. പിസ്സ ഇപ്പോൾ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ബേക്ക് ചെയ്ത ട്രേ നല്ല ചൂടാണ് ഇപ്പോഴും. അപ്പോൾ അതിൽ തന്നെ തണുക്കുന്നവരെ ഇരുന്നാൽ ചിലപ്പം ഇതിൻ്റെ അടിഭാഗം കുറച്ച് ഹാർഡായി പോവും. പിസ്സ നമുക്കിനി ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിനി പിസ്സ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ക്രസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കഴിക്കുമ്പോൾ എല്ലാവരും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.